നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ന്യൂട്ടല്ല എങ്ങനെയാണ് വീട്ടിൽ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ന്യൂട്ടല്ലയാണ്, അപ്പോൾ അത് തീർന്നു, ഇത്രേ ആയി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരെണ്ണം കുറച്ചുകൂടെ ഉണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഹേസൽ നട്ട്. സാധാരണ ഇത് വെച്ചാണ് നമ്മൾ ന്യൂട്ടല്ല ഉണ്ടാക്കുന്നത്. ഇതിന് നല്ല റേറ്റാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തിട്ടാണ് ബാക്കി ഞാൻ ഉണ്ടാക്കുന്നത്. ന്യൂട്ടല്ല ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പം ഞാൻ 1/4 കപ്പ് നമ്മൾ സാധാരണ കടല ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പുണ്ട്. ഇത് നമ്മുടെ ബദാമാണ്, അതൊരു 2 ടേബിൾ സ്പൂണ് ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പ് കപ്പലണ്ടി, ഇതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് നമ്മുടെ മിൽക്ക് പൗഡർ, ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടി, ഇത് ഒരു 3 ടേബിൾ സ്പൂണ് കൊക്കോ. ഈ കൊക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിയ കൊക്കയല്ല, ഇത് നമ്മുടെ ഒറിജിനൽ കൊക്കോ പൗഡറാണ്. ഇത് വീട്ടിൽ നിന്ന് എനിക്ക് കുറച്ച് കൊക്കോ കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ബീൻസ് എടുത്ത് ഞാൻ പൊടിച്ചെടുത്ത് വെച്ചതാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി ഒരു കൊക്കോ ബട്ടറുണ്ട്. ഞാനത് എടുത്ത് മാറ്റിയിട്ടില്ല. നമ്മൾ സാധാരണ വെളിയിൽ നിന്ന് വാങ്ങുമ്പോൾ കൊക്കോ വെറും ഈ കൊക്കോ ബട്ടറൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് വെറും പൊടിയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ കൊക്കോ ബട്ടറും കൂടെ ഓൾറെഡി ഇതിനകത്തുണ്ട്. അത് അങ്ങനത്തേതാണ്. പിന്നെ 2 ടേബിൾ സ്പൂണ് ഓയിൽ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പം ആവശ്യം വരുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, കളിച്ചതിന് ഓൾറെഡി ഇതിനകത്ത് കൊക്കോ ബട്ടർ ഉള്ളതുകൊണ്ട്. അപ്പം ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ 1/4 കപ്പ് കടല, സാധാരണ ഇതിൽ ചെയ്യുന്ന ഹേസൽ നട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ് ഇതിൽ ചേർക്കുന്നത്. പക്ഷെ അതിനൊക്കെ നല്ല വിലയാണ്. അപ്പം നമുക്കത് കിട്ടാനും അത് ഭയങ്കര വില കൂടുതൽ സാധനമാണ്. അപ്പം ഞാൻ അതുകൊണ്ട് എല്ലാവർക്കും സാധാരണ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ കടല നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഒപ്പം ഈ കഴുകിയ ബദാം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് വറുത്തെടുക്കാം. ഇത് എണ്ണ ഒന്നും ചേർക്കരുത്, ഡ്രൈ റോസ്റ്റാണ് വേണ്ടത്. ഒരു തുള്ളി എണ്ണ പോലും ഒഴിക്കരുത്. ഇതിൻ്റെ കൂടെ കപ്പലണ്ടി ഇടാത്തതെന്ന് വെച്ചാൽ അതൊന്ന് റോസ്റ്റായ കപ്പലണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടാത്തത്. ഇതൊന്ന് റോസ്റ്റായിട്ട് നമുക്ക് ആ കപ്പലണ്ടി കൂടെ ഇടാം. ഒരുമാതിരി കളർ മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഈ കപ്പലണ്ടി കൂടെ ഇടാം. 1/4 കപ്പ് കപ്പലണ്ടി കൂടെ ഉണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം. കടയിലേക്ക് ഏതാണ്ട് പൊട്ടി തുടങ്ങി. എൻ്റെ റോസ്റ്റായതിൻ്റെ ഒരു ഇതായി. ഒരു 2 മിനിറ്റ് കൂടെ വെച്ചിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഈ ചൂടിൽ തന്നെ ഇരുന്നാൽ മതി. കടല എന്താണ് ചേർത്തതെന്ന് ഒരു ചിലർ ഒരു ഡൗട്ട് വരും. അതെന്തെന്ന് വെച്ചാൽ നമ്മൾ ഹേസൽ നട്ടിന് പകരമായിട്ടാണ് നമ്മൾ അതേ ടേസ്റ്റാണ് ഇനി ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. 2-3 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴൊക്കെ എനിക്ക് ഈ കടല കൂടെ ചേർത്തപ്പോഴാണ് ആ ഒരു ടെക്സ്ചറിലോട്ട് എനിക്ക് കിട്ടിയത്. നമ്മൾ ശരിക്കും വെളിയിൽ നിന്ന് വാങ്ങുന്ന ഒരു ടെക്സ്ചർ എനിക്ക് കിട്ടിയത് എനിക്ക് ഈ കടല കൂടെ ചേർത്തപ്പോഴാണ്. അല്ലാതെ ഞാൻ പല രീതിയിൽ മാറ്റി മാറ്റി ചെയ്ത് നോക്കി. അപ്പോൾ ഇതാണ് എനിക്ക് കുറച്ചുകൂടെ സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഈ റെസിപ്പി ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. നമ്മൾ വറുത്ത് വെച്ചതൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇതിനി ഒരു മിക്സി ജാറിലോട്ട് ഇടാം. ഇത് ഞാനിപ്പം പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. ഈ മിക്സി ജാറിൽ തന്നെ നമുക്കിതിടാം. ഇതിനെ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്കത് ചെയ്യാം. ആദ്യം ഒന്ന് പൊടിച്ചിട്ട് കൊണ്ടുവരാം. ഈ കണക്ക് ഒന്ന് പൊടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിൽ 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇടുകയാണ്. കപ്പ് പഞ്ചസാര പൗഡർ, ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ഇത്രയും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരയ്ക്കാം. പൊടിക്കുകയല്ല, ഇനി അരയ്ക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒറിജിനൽ
നമ്മുടെ കൊക്കോ പൗഡറാണ് എൻ്റെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എണ്ണ തെളിഞ്ഞ് വരും. ഇതിൻ്റെ ഒറ്റത്ത് ഒരു ബട്ടറുണ്ട്, കൊക്കോ ബട്ടർ. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് ഒന്ന് നല്ല വെള്ളം പോലെ ചിലപ്പോൾ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ എണ്ണ ഒഴിക്കാം. അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിക്കാത്തത്. അപ്പോൾ ഇതൊന്ന് അരച്ച് നോക്കാം. ഇത് ഈ ഒരു കണക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. എല്ലാം കൂടെ ചേർന്ന് ഈ ഒരു കണക്കായിട്ടുണ്ട്. എണ്ണയുടെ ആവശ്യം എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എണ്ണ ചിലപ്പോൾ വേണ്ടി വരും. അപ്പം ഞാൻ ആ ബാക്കി എണ്ണ കൂടെ ഇതിൽ ഒഴിക്കുകയാണ്. എണ്ണ കൂടെ ഒഴിച്ചപ്പോൾ ഈ ഒരു ടെക്സ്ചറിലോട്ട് മാറിയിട്ടുണ്ട്. കാണാമല്ലോ, ഈ ഒരു ടെക്സ്ചറിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടെ നമുക്ക് അരയ്ക്കാനുണ്ട്. ഇത് ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ കൊക്കോ പൗഡർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫൈനായിട്ട് വരാത്തത്. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഫൈനായിട്ട് വന്നേനെ നമ്മൾ മറ്റേ വെളിയിലുള്ള കൊക്കോ പൗഡർ ആയിരുന്നെങ്കിൽ. അപ്പോൾ ഇതൊന്നുകൂടെ ഇനി അരയ്ക്കണം. അരച്ചിട്ട് വരാം. അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെളിയിൽ നിന്നൊക്കെ വാങ്ങുന്ന നമ്മുടെ ന്യൂട്ടല്ല. വളരെ കോസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തു. ന്യൂട്ടല്ലയ്ക്ക് ഇപ്പം 180 ഗ്രാമിന് തന്നെ 300 രൂപ 350 രൂപ ആണ്. ഇത്രയും സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കണ്ടല്ലോ, ഞാനിത് ഒരു എയർ കണ്ടെയ്നറിലോട്ട് ആക്കിയിട്ട് ഞാൻ കാണിക്കാവേ. ഞാനിപ്പോൾ ഒരു ടിന്നിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ന്യൂട്ടല്ല. ഇതിനകത്ത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നതിനായിട്ട് യാതൊരു വ്യത്യാസവും ഇതിനെനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതുകൊണ്ടാണ്. ടെക്സ്റ്റൊക്കെ അതാണ്, അതുപോലെയാണ്. അത്രയും ക്രീമി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ നമ്മൾ ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും നമുക്കിത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ മോന് എപ്പോഴും മിക്കവാറും ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തീരുന്നത് ഇതെല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്. വീട്ടിലുള്ള എല്ലാ സാധനങ്ങളെയും ഉണ്ടാകത്തുള്ളൂ. പിന്നെ ആകെ ഉള്ളത് പുറത്തുള്ള ബദാം മാത്രമാണ്. അപ്പോൾ അത് വേണം, അതുകൂടെ അത്രയെങ്കിലും വേണം. അതുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഒരു 2 ടേബിൾ സ്പൂണേ ബദാം ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് അത്രയും വേണം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യേണ്ട, അത്രയും വേണം. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പം ഞാൻ പറയാം എന്താണ് കാരണമെന്ന്. അപ്പം ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.